ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റിയൽ ടൈം അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനകത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. റഷ്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു തുടങ്ങിയത് നാറ്റോയുടെ ചീഫായിട്ടുള്ള ട്രൂട്ടോ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ എത്തിയ സമയത്താണ് ട്രൂട്ടോയുടെ മുന്നിലിരുന്നാണ് ഈ കുറേ സ്റ്റേറ്റ്മെന്റുകൾ റഷ്യക്കെതിരെ അഥവാ പുടിനെതിരെ ഡയറക്റ്റായിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ആഞ്ഞടിച്ചത്. യൂറോപ്പിൻ്റെ സൈഡിൽ നിന്ന് ട്രംപിനെയും പുടിനെയും വെച്ചിട്ട് ഒരു പുതിയ ടാഗ് ലൈൻ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ടാഗ് ലൈൻ എന്ന് വെച്ചാൽ ബ്രൊമാൻസ്, അതായത് റൊമാൻസിന് പകരം ബ്രോമാൻസ് എന്ന്. അതായത് ട്രംപ് മെലോണിയ ട്രംപിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഡയറക്റ്റ് ഫോൺ കോൾ, ആ രീതിയിലുള്ള കോൾ സംഭാഷണം നടത്തിയത്. അങ്ങനെ വളരെ രസകരമായി സംസാരിച്ചിരുന്ന പുടിനാണ് ഇന്ന് അതിരൂക്ഷമായ നിലയിൽ ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്നത് എന്ന് മെലോണിയ ട്രംപ് പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കാര്യങ്ങൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമില്ല, 50 ദിവസത്തിനുള്ളിൽ പുടിൻ യുദ്ധം നിർത്തണം. അങ്ങനെ ഒരു ഡീലിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 100% താരിഫ്. 100% താരിഫ് മാത്രമല്ല, സെക്കൻഡറി താരിഫും കൂടി പറയുന്നുണ്ട്. ഈ സെക്കൻഡറി താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചൈനയും ഇന്ത്യയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 50 ദിവസം സമയമാണ് കൊടുത്തിരിക്കുന്നത് വെച്ചോ. പക്ഷേ ഈ സെക്കൻഡറി താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കും ചൈനയ്ക്കും അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതൽ ബാധിക്കും. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അഥവാ ഷെയർ മാർക്കറ്റിൽ ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. ട്രംപ് ഇനി ചൈനയ്ക്കും ഇന്ത്യക്കും 100% താരിഫ് ഏർപ്പെടുത്തുമോ എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതായത് നിങ്ങളും ഞാനും കാണുന്ന വാർത്ത പോലെയല്ല ഈ ഇൻവെസ്റ്റേഴ്സ് നോക്കി കാണുന്നത്. അവർ ഓരോ വാർത്തയിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ്. We would have had a deal 2 months ago. We're going to be doing secondary tariffs if we don't have a deal in 50 days. It's very simple. And they'll be at 100%. A sharp warning aimed at Moscow echoed from the Oval Office on Monday, where US President Donald Trump announced an expanded weapons deal with Ukraine and issued an ultimatum to the Kremlin. ഇപ്പം ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. ശരി, ഉക്രൈനിന് ഇപ്പം ആയുധങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉറച്ച തീരുമാനമായിരിക്കണം.